പേര് ഹരികൃഷ്ണൻ, പേരാമ്പ്ര സ്വദേശിയാണ്. ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ബിസിനസ് മേഖലയായിരുന്നില്ല, ഒരു എഞ്ചിനീയറിംഗ് മേഖലയിൽ, കൺസ്ട്രക്ഷൻ മേഖലയിലായിരുന്നു. ഒരു 3 ഓഫീസുകൾ സ്വന്തമായി റൺ ചെയ്ത് അവിടെ നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് എൻ്റെ മനസ്സ് തോന്നിയത്, എന്നെ കുടുക്കി എന്ന് പറയുന്ന ആ ലെവലിലേക്ക് എന്നെ കൊണ്ടുവന്ന് നമ്മുടെ ITC, ഇന്നത്തെ ഗ്രേറ്റ് ITC ബിജു BK സാറാണ് ഇതിന്റെ പേരന്റ് കമ്പനിയിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഈ കമ്പനിയിലേക്കല്ല. പേരന്റ് കമ്പനി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇതേ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് ഓടാൻ തുടങ്ങിയിട്ട് 25 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ അത്രയും പാരമ്പര്യമുള്ള, ഇത്രയും കാലം നിലനിന്ന ഇന്ത്യയുടെ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. പക്ഷേ കഴിഞ്ഞ കുറെ കാലങ്ങൾക്ക് മുമ്പേയുള്ള അനുഭവങ്ങളും ചരിത്രങ്ങളും എല്ലാവർക്കും അറിയണമെന്നില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാം. ഞാൻ പറഞ്ഞു, 2001 മുതൽ തുടങ്ങിയ കമ്പനി. ആ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊക്കെ 2009 ആ കമ്പനിയിൽ അസോസിയേറ്റ് പ്രവർത്തിക്കാൻ തീരുമാനിച്ച് ഇറങ്ങിയത്. പക്ഷെ 2011 ആകുന്ന സമയത്ത് കേരളത്തിൽ ഒരുപാട് മണി ചെയിൻ കമ്പനികളൊക്കെ വന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ മണി ചെയിൻ കമ്പനികൾ ഏത്, ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഏത് എന്ന് ഗവൺമെന്റിനോ പോലീസിനോ ജനങ്ങൾക്കോ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റ് അന്ന് ഒരു തീരുമാനമെടുത്തു, എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെയും ബാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അന്നത്തെ തീരുമാനം. ആ തീരുമാനം ശരിയല്ല എന്നുള്ളത് അന്നത്തെ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളൊക്കെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിനെപ്പറ്റി പഠിക്കാനും ഒരു സമിതിയെ നിയോഗിച്ച് പഠിച്ച് അവിടുന്ന് ആ പഠനത്തിന്റെ ഭാഗമായി പിന്നീട് ഇത് ഒരു നല്ല മേഖലയാണെന്നും ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ നിയമപരമായി ചെയ്യുന്ന ഒരു നല്ല ബിസിനസ് രീതിയാണെന്നൊക്കെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ 2015 ജൂലൈ 29 ഇതിന് നിയമപരമായ സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് തന്നെ ഗൈഡ്ലൈൻസ് ഒക്കെ ഇറക്കി. കേരള ഗവൺമെന്റ്, അതേ ഗവൺമെന്റ് തന്നെ നിരോധനം നീക്കി എന്ന് മാത്രമല്ല ഇതിന് ഗൈഡ്ലൈൻസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ പ്രവർത്തന അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ഇതിന്റെ പാരന്റ് കമ്പനി എന്ന് പറയുന്ന ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു കാര്യം ബോധ്യമായിരുന്നു, ഈ കമ്പനി എന്നും നിലനിൽക്കും. കാരണം ഏത് നിയമപ്രശ്നം വന്നാലും നിലനിൽക്കുമെന്ന് എനിക്കറിയാം. കാരണം അതിന്റെ പ്രവർത്തന മേഖല വാങ്ങുന്ന പൈസക്ക് മൂല്യമുള്ള ഉൽപ്പന്നം കൊടുക്കുക എന്നുള്ള സംവിധാനമാണ്. കച്ചവടമായിരുന്നു അന്നും നടന്നത്. പണം ഇരട്ടിപ്പിക്കാം എന്ന് പറഞ്ഞ വ്യാമോഹം ഇവിടെ ഇല്ലായിരുന്നു. അതെനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ആ നിരോധനം ഏർപ്പെടുത്തിയ സമയത്ത് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ലീഡേഴ്സ് അന്ന് പാർലമെന്റ് മാർച്ചും രാജ്ഭവൻ മാർച്ചും അതുപോലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഉപവാസവും വാഹന പ്രചരണ ജാഥകളും ജില്ലകൾ തോറുമുള്ള പ്രതിഷേധങ്ങളും ഒക്കെ നടത്തി ഒരുപാട് സമര പോരാട്ടങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഒരു അഭിമാനം കൂടെയാണ്. അപ്പോ പിന്നീട് ഈ നിയമമൊക്കെ വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കമ്പനി റീസ്റ്റാർട്ട് ചെയ്തു. ആ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിയുടെ പേര് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഗ്ലോബൽ ഇല്ലായിരുന്നു. പിന്നീടാണ് ഗ്ലോബലാക്കി മാറ്റിയത്. മാർച്ച് 14, 2013 മാർച്ച് 14 നമ്മുടെ കമ്പനി രൂപീകൃതമാകുന്നത്. അത് 2013 എന്ന് പറയുന്ന സമയത്ത് മാർച്ച് 14 എന്ന് പറയുന്നത് നമുക്ക് ഇപ്പൊ എത്ര വർഷം കഴിഞ്ഞു? 13 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോ നമ്മളെ സംബന്ധിച്ചോളം ഒരു 13 വർഷത്തിന്റെ മേലെ, നേരത്തെ ഉള്ളതൊക്കെ വിട്ടേച്ചാലും നമുക്ക് ഈ കമ്പനി റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് 13 വർഷം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അതായത് ഒരു 10 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി സെറ്റായി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നിൽക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ ഇന്ന് വർക്ക് ചെയ്യുന്നത്. ഇതിന്റെ പ്രൊമോട്ടേഴ്സ് നേരത്തേക്ക് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു, ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. കാരണം നമ്മള് ഉപ്പയേക്കാൾ അല്ലെങ്കിൽ അച്ഛനേക്കാളൊക്കെ വളർന്ന മക്കളാകുന്ന സമയത്ത് പിന്നീട് അറിയപ്പെടുന്നത് ആ മകന്റെ പേരിലോ ആ മകളുടെ പേരിലോ ഒക്കെ ആയിരിക്കും. അപ്പോ നമ്മുടെ ധീരുഭായ് അംബാനിയുടെ അച്ഛനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അദ്ദേഹം ജനിച്ചു വളർന്ന ആ സാഹചര്യത്തിൽ ആ ചുറ്റുപാടുള്ള ആളുകൾ ഇന്നയാളുടെ മകനാണ് ധീരുഭായ് അംബാനി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ആളുകൾ അറിയപ്പെടുന്നത് ധീരുഭായ് അംബാനിയുടെ അച്ഛൻ, അമ്മ എന്ന രീതിയിലായിരിക്കും. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന മഹാവീർ മെറ്റൽസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഇതിന്റെ
പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന ആളുകളെ ഇനി നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. മഹാവീർ മെറ്റൽസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായ ഭീമന്മാരാണ്. രണ്ടാമത്തെ ഇരുമ്പുരുക്ക് വ്യവസായ ഗ്രൂപ്പാണ് മഹാവീർ മെറ്റൽസ് ഇന്ത്യ ലിമിറ്റഡ്. അവരാണ് ഇങ്ങനെ ഒരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്തത്. ഇപ്പോ അതിനേക്കാൾ എത്രയോ മുകളിൽ MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി വളർന്നു കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അവിടത്തേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇനി എന്തുകൊണ്ട് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഏറ്റവും മികച്ചതാണ്, നമ്മൾ ഏറ്റവും മികച്ച സ്ഥലത്താണ് എത്തിയത് എന്ന് നമ്മളൊന്ന് അറിയുന്നത് നന്നായിരിക്കും. കാരണം MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി, അതിന്റെ പ്രൊമോട്ടേഴ്സിന്റെ പിൻബലം തന്നെ ഞാൻ പറഞ്ഞു, ഏറ്റവും നല്ല പ്രൊമോട്ടേഴ്സാണ്. അതിന്റെ മാനേജ്മെന്റിനെ നമുക്ക് 100% വിശ്വസിക്കാം. ഉണ്ടുമെടുത്തവന്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങണമെന്നുള്ള പഴമൊഴി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു തട്ടിക്കൂട്ട് കമ്പനി മാനേജ്മെന്റ് അല്ല ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ ഇന്ത്യയിലെ അധികായന്മാരായ വ്യവസായ ഗ്രൂപ്പുകളാണ് ഇതും തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ നമുക്ക് വേണ്ട. മാനേജ്മെന്റ് 100% പെർഫെക്റ്റ് ആണ്. ഇനി അതൊക്കെ മാറ്റി വെച്ചാലും ഇന്ന് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് മാത്രം എടുത്ത് തന്നെ ഇന്ത്യയിലെ കോടിക്കണക്കിന് ആളുകളിലേക്ക് അവസരം കൊടുക്കുന്ന, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാക്കി കൊടുത്ത, മാറ്റിമറിച്ച, ഒരുപാട് ആളുകളുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിച്ച ഒരു കമ്പനിയാണ്. അതുകൊണ്ട് 100% വിശ്വസിക്കാം കമ്പനി മാനേജ്മെന്റ്. രണ്ടാമത്, ഒരു കമ്പനി ഉള്ളത് കൊണ്ട് അത് ഏറ്റവും നല്ലതാണെന്ന് പറയണമെങ്കിൽ കമ്പനി നന്നായ മാത്രം പോരാ, അവർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത് ഏറ്റവും മികച്ചതായിരിക്കണം. ആളുകൾക്ക്, എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള, അത്യാവശ്യമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. ഡിമാൻഡുള്ള ഉൽപ്പന്നങ്ങളായിരിക്കണം. അവൈലബിലിറ്റി ഇഷ്ടം പോലെ ഉണ്ടാകണം. ഇതൊക്കെ നമ്മൾ ഇതിനെപ്പറ്റി പറയും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷനോട് കൂടിയ, ഓരോ മേഖലയിൽ എടുത്തു നോക്കിയാലും അതാത് മേഖലയിൽ ഏറ്റവും മികച്ച സർട്ടിഫിക്കേഷനോട് കൂടിയ, ഏറ്റവും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമാകുന്ന, എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ വളരെ പെർഫെക്റ്റായി ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നു എന്നുള്ള പറയുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്തിയത് എന്ത് തന്നെയായാലും ഭാഗ്യമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എത്ര നല്ല കമ്പനി ആയിക്കോട്ടെ, എത്ര നല്ല പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക്, മാർക്കറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ലാഭവിഹിതം വളരെ കുറവാണെങ്കിൽ അവിടെയും നമുക്ക് ഇത് ഏറ്റെടുക്കുന്നത് ചിലപ്പോൾ ഉചിതമായിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽക്കുന്ന ഒരു സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ലെവലിൽ തുടങ്ങിയ ഒരാളെ സംബന്ധിച്ചോളം വാങ്ങി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ ലാഭം ലഭിക്കുന്നു എന്നുള്ളത് 100% നമുക്ക് ഇതിന്റെ ഒരു ഗുണമായി നമുക്ക് എടുത്തു കാണിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പണം അത് കൃത്യമായി റീഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഏത് ഡിസ്ട്രിബ്യൂട്ടർക്കും, അത് റാങ്ക് വൈസ് അല്ല, എല്ലാ റാങ്കിലുള്ള ആളുകൾക്കും കൃത്യമായി ഒരേ ശതമാനത്തിൽ ഇതിന്റെ ലാഭവിഹിതം ഷെയർ ചെയ്യുന്നു. അതിന് വിവേചനങ്ങളില്ല, പുരുഷ സ്ത്രീ വിവേചനമില്ല, ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങളില്ല. കഴിവ് ഇവിടെ വിഷയമല്ല. ഇവിടെ ഇറങ്ങി പ്രവർത്തിച്ച് വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈക്വലായി ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്ലാൻ കമ്പനി തുടങ്ങിയ അന്നത്തെ പ്ലാനിൽ ഇന്ന് വരെ മാറ്റം വരുത്താത്തൊരു കമ്പനി. അത് മാത്രമല്ല, അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ലാഭവിഹിതം കൂടുതൽ കമ്പനിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതുപോലും തിരിച്ചു തരുന്ന ഒരു കമ്പനിയാണ്. അപ്പോ ഇതിന്റെ ഇൻകം പ്ലാൻ ഇതിനെപ്പറ്റി പഠിക്കണം എന്നാണ് ഞാൻ പറയാം. ഞാനിപ്പം പറഞ്ഞ മനസ്സിലായത് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. ഈ പഠിക്കണം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇതിനെപ്പറ്റി നിങ്ങൾ എത്രത്തോളം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നോ അത്രയും നമുക്ക് ഗുണകരമാകുന്ന, നമുക്ക് ഇതിനോട് എന്ന ഇഷ്ടവും ആവേശവും തോന്നുന്ന തരത്തിലുള്ള ഒരു കമ്പനിയായി മാറിയതിന്റെ കാര്യവും വേറെ ഒന്നുമല്ല, അതിന്റെ ഇൻകം പ്ലാൻ തന്നെയാണ്. പിന്നീട് നമുക്ക് ഏതൊരു മേഖലയിലും വിജയിക്കണമെങ്കിൽ അവിടെ നമുക്ക് പഠനം ആവശ്യമാണ്, അല്ലെങ്കിൽ അറിവ് ആവശ്യമാണ്. അറിവ് പകർന്നു തരുന്നതിന് കമ്പനി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ ഓൺലൈൻ സംവിധാനത്തിൽ ഏറ്റവും മികച്ച ഒരു ഓൺലൈൻ സംവിധാനമാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തന്നെ അത് കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് നമുക്ക് ബിസിനസ് വോളിയം നമുക്ക് തരുന്നുണ്ട്.
MI ഡിജി വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കമ്പനിയുടെ സൈറ്റിലുണ്ട്. നമുക്ക് കമ്പനിയെ പറ്റി എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. കമ്പനി മാത്രമല്ല, കമ്പനിക്ക് പുറമേയുള്ള കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ പോലും സഹായിക്കുന്ന MI ഡിജി വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കമ്പനി പ്രൊമോട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ ആണെന്ന് പറയുന്ന സമയത്തും ഓൺലൈനായിട്ട് ഇതുപോലത്തെ മോർണിംഗ് മീറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം നമ്മുടെ ടീം ചെയ്തു തന്നിട്ടുണ്ട്. ഓഫ്ലൈനായിട്ട് കമ്പനി എല്ലാ സ്ഥലത്തും പ്രോഗ്രാം സെന്ററുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ ജില്ലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും കൃത്യമായി കമ്പനി നമുക്ക് പഠിക്കാനുള്ള മനസ്സിലാക്കാനുള്ള വേദികൾ ഒരുക്കി തരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മികച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ കമ്പനിയെ സംബന്ധിച്ചുള്ള മാനേജ്മെന്റ് ഓക്കെയാണ്, പ്രൊഡക്റ്റ് ഓക്കെയാണ്, ഇതിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വരുമാനം കൊടുക്കുന്ന കാര്യത്തിൽ പെർഫെക്റ്റ് ആണ്, ഇതിൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ഓക്കെയാണ്. അപ്പൊ 4 കാര്യങ്ങൾ കമ്പനി നമുക്ക് മുമ്പിലേക്ക് വെച്ച് തന്നിട്ടുണ്ട്. ഇത് ആരൊക്കെ പ്രയോജനപ്പെടുന്നു അവർക്കൊക്കെ രക്ഷപ്പെടാം, സക്സസ് ആകാം എന്ന് തെളിയിച്ചിട്ടുള്ള 100 കണക്കിന് 1000 ആളുകൾക്ക് ഇതിൽ കൊടുക്കാമെന്ന് പറയുന്ന മാക്സിമം പേ ഔട്ട് ആയിട്ടുള്ള 2,10,000 കൊടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. മിനിമം 450 മുതൽ 2,10,000 വരെ കൊടുക്കാമെന്ന് പറഞ്ഞ ആഴ്ച വരുമാനം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ ഒരാളുടെ പോലും വരുമാനം കൊടുക്കാതെ മാറ്റി നിർത്തേണ്ട ആവശ്യം കമ്പനിക്ക് ഉണ്ടായിട്ടില്ല, ഇനിയൊട്ട് ഉണ്ടാകാനും പോകുന്നില്ല. അപ്പോ എല്ലാ അർത്ഥത്തിലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എല്ലാവരും കടന്നു വന്നത് അല്ലെങ്കിൽ കയറി നിന്നത് എന്നുള്ളത് ഒരു മഹാഭാഗ്യമായി ദൈവാധീനമായി കണ്ട് ആർക്കൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നോ അവർക്കൊക്കെ സക്സസ് ആകാൻ പറ്റുന്ന ഒരു മികച്ച അവസരം, മികച്ച പ്ലാറ്റ്ഫോം ആണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഈ കമ്പനി എന്തൊക്കെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്? ഒരുപാട് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ വീട്ടിലേക്ക് ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മുതൽ ഒരു മനുഷ്യന്റെ കുടുംബത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള വെൽനസ് ഉൽപ്പന്നങ്ങൾ വരെ സാധാരണ എല്ലാ കമ്പനികളും അതിനെപ്പറ്റി അത്രത്തോളം ബോധവടല്ല, ഫോക്കസ്ഡ് അല്ല. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും ഇത്രയും നല്ല ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനി, എസ്പെഷ്യലി ഇന്ത്യൻ കമ്പനി, വേറെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. അവിടെയാണ് നമ്മുടെ കമ്പനി എല്ലാ അർത്ഥത്തിലും ഏറ്റവും മികച്ചതാണ് എന്ന് പറയാനുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നത്. ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ ഏറ്റവും പരമപ്രധാനം ഞാനും എൻ്റെ കുടുംബവും തന്നെയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ആവശ്യം എന്നത് ഞാനും എൻ്റെ കുടുംബവും. എങ്ങനെയെന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അസുഖങ്ങളൊന്നും വരാൻ പാടില്ല, എൻ്റെ കുടുംബത്തിലും അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല, സന്തോഷകരമായി ജീവിക്കണം, ഇങ്ങനെ ആഗ്രഹിക്കുന്നവരെല്ലാവരും. അസുഖങ്ങളും രോഗങ്ങളും വരുന്ന സമയത്ത് നമ്മൾ അവിടെ തളരും. അങ്ങനെ വരാതിരിക്കാൻ അവനവന്റെ കുടുംബത്തിനും അവന്റെ ചുറ്റുപാടുള്ള ആളുകൾക്കും അവന്റെ സമൂഹത്തിനും അവന്റെ രാജ്യത്തിനും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ജനതയാണ്. ആ ആരോഗ്യമുള്ള ജനതയെ വാർത്തെടുക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച ഒരു മേഖലയാണ് വെൽനസ്. എന്താണ് വെൽനസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, എന്താ വെൽനസ് എന്ന് ചോദിച്ചാൽ എന്താ പറയാ? വെൽനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ അതിന്റെ കൃത്യമായി പഠിച്ചിട്ടുണ്ടാകും. ശാരീരികമായി, മാനസികമായി, വിശ്വാസപരമായി ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്വസ്ഥത. ശാരീരികമായിട്ട് നല്ല സ്വസ്ഥയായിരിക്കണം, മാനസികമായിട്ട് നല്ല സ്വസ്ഥയായിരിക്കണം, വിശ്വാസപരമായിട്ട് അസ്വസ്ഥത ഉണ്ടായിരുന്ന സ്വസ്ഥമായിരിക്കണം, സാമൂഹികമായി ചുറ്റുപാടുകളിൽ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയണം. ഇതൊക്കെയാണെങ്കിൽ വെൽനസ് എന്ന് പറയാം. എന്നാൽ ആയുർവേദത്തിൽ അങ്ങനെയല്ല പറയുന്നത്. ആയുർവേദത്തിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ വിശദമായി പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനമായും അതിൽ പറയുന്നത് എന്താണ് ആരോഗ്യം എന്ന് വെച്ചാൽ, ആയുർവേദത്തിൽ അതിൽ പറയുന്നത് സമദോഷം. അതായത് സമദോഷം എന്ന് പറയുന്ന ദോഷങ്ങൾ സമമായിരിക്കണം. എന്താണ് ഈ ദോഷം? സമദോഷം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ വാതപിത്ത കഫാണ്. ശ്വസന വ്യവസ്ഥയും ദഹന വ്യവസ്ഥയും അതുപോലെ തന്നെ ഊർജത്തിന്റെ മാനേജ്മെന്റും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. വാതപിത്ത കഫം സന്തുലിതമായിട്ടുള്ള ഒരവസ്ഥ മനുഷ്യന് ഉണ്ടെങ്കിൽ അതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. അവിടെ തീരുന്നുണ്ടോ? ഇല്ല. സമഅഗ്നിശ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ
ജ്വലനം, ശരീരത്തിലെ ദഹന പ്രക്രിയയായിട്ട് ബന്ധപ്പെട്ട ജ്വലനം നടക്കുന്നത് ഒരുപാട് എൻസൈംസ് നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്തുന്നതാണ്. അവിടെ തീരില്ല. ആ എൻസൈംസ് എന്ന് പറയുന്ന സമയത്ത് സമധാതു, സമാഗ്നിശ്ച സമധാതു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വേണ്ട വൈറ്റമിൻസ്, മിനറൽസ് ഇതൊക്കെ ശരീരത്തിൽ കൃത്യമായി കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തല. അപ്പോ സമദോഷമായിരിക്കണം, വാദം പിത്തം കഫം ഇത് സമമായിരിക്കണം, സമ അഗ്നി ആയിരിക്കണം, ദഹന വ്യവസ്ഥ ക്ലിയർ ആയിരിക്കണം. നമ്മുടെ എൻസൈംസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. സമാഗ്നി എന്ന് പറയുന്ന സമയത്ത് അഗ്നി പ്രോജ്വലിക്കുക എന്നൊക്കെ പറയാം. ആയുർവേദത്തിലെ അഗ്നി എന്ന് പറയുന്ന സമയത്ത് നമ്മള് വയറ്റിൽ തീ വാരിയിട്ടതല്ല, അവിടെ ചെല്ലുന്ന ഭക്ഷണത്തെ ദഹിപ്പിച്ച് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും കൃത്യമായി എത്തിക്കാനുള്ള ഒരു സംവിധാനം. ആ എത്തിക്കുന്ന സമയത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി കുറെ ജോലിക്കാരെയും ദൈവം അവിടെ നമ്മുടെ ശരീരത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. ആ ജോലിക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ കഴുത്തില് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇവിടെയുണ്ട്, തൊണ്ടയിലുണ്ട് തൈറോയ്ഡ് ഗ്ലാൻഡ്. ആ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡിന്റെ അളവ് കുറഞ്ഞാലോ കൂടിയാലോ, അതുകൊണ്ടാണ് സമ അഗ്നി എന്ന് പറയുന്നത്. അത് അഗ്നിയുടെ ഭാഗ. അത് ഒരേ ലെവലിൽ നിൽക്കണം. അങ്ങനെ സമാഗ്നി, ഒന്ന് തൈറോയ്ഡ്, മറ്റൊന്ന് പാൻക്രിയാസ്, ഇൻസുലിൻ ഒരൊത്ത അളവിൽ നിൽക്കണം, കൂടരുത് കുറയരുത്. ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കരള്, പാൻക്രിയാസ് ഉൾപ്പെടെ അങ്ങനെ ഒരുപാട് അവയവങ്ങൾ ആസിഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ദഹനം നടത്തുന്നത്. അത് സമമായിരിക്കണം. നമുക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്. രക്തം ഓടുന്ന സമയത്ത് രക്തത്തിന്റെ ഒരു ചലനത്തിന് സഹായിക്കുന്ന ബ്ലഡ് പ്രഷർ അത് ഈ ഒരു ലെവലിൽ നിൽക്കണം. കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അവിടെയാണ് നമ്മൾ പറയുന്നത് സമദോഷമായിരിക്കണം. അതായത് സമദോഷം എന്ന് പറയുന്ന സമയത്ത് ശ്വസന വ്യവസ്ഥ ബുദ്ധിമുട്ടില്ലാതെ നടക്കണം. പെട്ടെന്ന് വലിച്ച് അതിനെന്താ പറയാ, അലർജി, ആസ്മ പോലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ സമമല്ല. ഏത് സമമല്ല? വാദം സമമല്ല. പിത്തം, ദഹനം, ചിലയാൾക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാത്ത ആളുകളുണ്ട്, ശോധനയില്ലാത്ത ആളുകളുണ്ട്. എന്നാ ചിലയാൾക്ക് ഭക്ഷണം കഴിച്ച ആ സ്പോട്ടിൽ എവിടെ പോകണം? ടോയ്ലറ്റ് പോകണം. അത് സമാഗ്നി അല്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. സമദോഷ, സമാഗ്നിശ്ച, സമധാതു, മലക്രിയ. പിന്നീട് പറയുന്ന മലക്രിയ മീൻസ് നമ്മുടെ വിസർജനങ്ങൾ കൃത്യമായി നടക്കണം. അതിന് എല്ലാ ദിവസവും കൃത്യസമയങ്ങളിൽ പോകാൻ കഴിയുന്നുണ്ടോ? ആരോഗ്യവാനാണ്. മലമൂത്ര വിസർജനവും ശരീരത്തിൽ വേർപ്പ് ഗ്രന്ഥികളുടെ പ്രവർത്തനവും ഇതൊക്കെ വിസർജനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന. ഇത് നന്നായി ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? പെർഫെക്റ്റ്. പ്രസന്ന ആത്മ ഇന്ദ്രിയ മന, പ്രസന്നാത്മേന്ദ്രിയ മന എന്ന് പറയും. എപ്പോഴും നമ്മൾ സന്തോഷവാനായിരിക്കണം, ടെൻഷൻ ഫ്രീ ആയിരിക്കണം, പ്രസന്നമായിരിക്കണം, സന്തോഷത്തോടുകൂടി ഇരിക്കണം. ഏതൊക്കെ? ആത്മാവ്, നമ്മുടെ ആത്മാവ് പ്രസന്നമായിരിക്കണം. അതിന് പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ പ്രാർത്ഥനകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തത്. അപ്പോ പ്രസന്ന ആത്മാവായിരിക്കണം, ആത്മാവ് പ്രസന്നമായിരിക്കണം. പിന്നെയോ ഇന്ദ്രിയങ്ങളെ അടക്കി വരിക്കാൻ കഴിയണം. നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെയും നമ്മുടെ പരിധിയിൽ കൊണ്ടു നിർത്താൻ കഴിയുന്നത്. അതിനാണ് ആസനങ്ങൾ, യോഗാസനങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്രസന്നാത്മ ഇന്ദ്രിയ മന, മനസ്സിന് നല്ല കരുത്തുണ്ടാകണം, പ്രസന്നമായിട്ടുള്ള മനസ്സായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾ, ഇതാണ് പ്രസന്നാത്മേന്ദ്രിയ മന സ്വസ്ഥ ഇത്യാഭിധീയതേ. ഇതിനെയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. എളുപ്പത്തിൽ പറഞ്ഞ വാദം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങൾ സമമായിരിക്കുകയും സമധാതുക്കൾ, അതായത് നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻസ്, മിനറൽസ് ഒക്കെ നല്ല കൃത്യമായി ശരീരത്തിൽ ലഭിക്കുകയും അതേപോലെ തന്നെ ആത്മാവ്, മനസ്സ്, ഇന്ദ്രിയം അത് സന്തോഷമായിരിക്കുകയും അതേപോലെ തന്നെ മലമൂത്ര വിസർജനങ്ങൾ കൃത്യമായി നടക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന
അവസ്ഥയുണ്ട്. ആ അവസ്ഥക്കാണ് നമ്മൾ സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ആ സ്വാസ്ഥ്യമാണ് യഥാർത്ഥത്തിൽ ആരോഗ്യം. ആ ആരോഗ്യം നൽകാൻ പ്രകൃതി ഒരുക്കി വെച്ചിട്ടുള്ള കുറെ ഔഷധ ഗുണമുള്ള ഭക്ഷണങ്ങൾ, അത് കൃത്യമായ അളവിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അത് നമുക്ക് തരുന്നതിനെയാണ് വെൽനസ് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത്. ആ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കമ്പനി 23 ഉൽപ്പന്നങ്ങൾ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റോടുകൂടെ നമ്മളായി തന്നത്. എന്താണ് ആയുഷ്? ആയുഷ് എന്ന് പറയുന്ന സമയത്ത് ആയുർവേദ, യോഗ ആൻഡ് നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, ഇതിനൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് രൂപം കൊടുത്ത ഒരു അതോറിറ്റിയാണ് ആയുഷ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്ന ഏറ്റവും ഗുണനിലവാരമുള്ള, അല്ലെങ്കിൽ ഏറ്റവും ഔന്നത്യമുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ലോകത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ച, എല്ലാ ഗവൺമെന്റുകളും അംഗീകരിച്ച, ലോകത്തെ ഏത് രാജ്യത്തേക്കും ഒരു ചെക്കിങ്ങും ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സർട്ടിഫിക്കേഷൻ. ആ സർട്ടിഫിക്കേഷനുള്ള ഏത് ഉൽപ്പന്നം ആയിക്കോട്ടെ, MILACL മാർക്കറ്റിംഗിന്റെ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഞാൻ പറയുന്നത്, ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഏത് ഉൽപ്പന്നമായിക്കോട്ടെ, ആർക്കും സധൈര്യം വാങ്ങി ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ച ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ. അവിടെയാണ് ഇന്ന് ഇന്ത്യയിൽ 23 ഉൽപ്പന്നങ്ങൾ നമുക്ക് ഓൾറെഡി കയ്യിലുള്ളത്. ഇനിയും വരാൻ പോവാ. നമ്മുടെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ സയന്റിസ്റ്റ് അത് വേറെ ആരുമല്ല, ഡോക്ടർ DB അനന്തനാരായണ. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ചേക്കാൻ മതി. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഇതിനകത്ത് കണ്ടത് 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്നാണ്. അത് എപ്പോഴാണെന്ന് അറിയോ? 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എഴുതി വെച്ചത് 2013. 2013 42 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ്. അവിടെ നിങ്ങോട്ട് കൂട്ടണി എത്ര ഉണ്ട്? 2013 കഴിച്ച് 13 കൊല്ലം പിന്നെയായി. ഇപ്പൊ എത്രയും 42, 13, 55 വർഷത്തെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉള്ള ഇന്ത്യയിലെ ഒരുപാട് ആയുർവേദ ഫാക്ടറികളിൽ, അല്ലെങ്കിൽ ആയുർവേദ വൈദ്യശാലകളിൽ, അതിന്റെയൊക്കെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിന്റെ ഹെഡായി പ്രവർത്തിച്ച, നമുക്കൊക്കെ ഇന്ന് അറിയുന്ന ഡാബർ ചവനപ്രാശം ഉൾപ്പെടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിച്ച ഒരു മഹാനുഭാവനാണ് ഡോക്ടർ DB അനന്തനാരായണ. അദ്ദേഹമാണ് നമ്മുടെ കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന സയന്റിസ്റ്റ്. നേരത്തെ വലിയ പോർഷനിൽ നിന്ന് ആ സ്ഥാനമൊക്കെ ഒഴിവാക്കി എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവുണ്ട്. എല്ലാ കമ്പനികളും ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് നല്ല ചവനപ്രാശം സാർ ഉണ്ടാക്കി തരണം. കണ്ടീഷൻ, ഒറ്റൊരു കണ്ടീഷൻ ഉള്ളൂ, സാലറി ഒക്കെ നല്ലോണം തരാം. ഈ ഉൽപ്പന്നം 500 രൂപക്ക് വിൽക്കാൻ കഴിയണം. ഇദ്ദേഹത്തിന്റെ കാൽക്കുലേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 800 രൂപയില്ലെങ്കിൽ ഇതിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് നടക്കില്ല. പിന്നെ എങ്ങനെ 500 കൊടുക്കും? അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എന്തേ ഉള്ളൂ, കൃത്യമായ ഇൻഫർമേഷൻ കൊടുക്കും. അപ്പൊ കമ്പനി പറയും കുങ്കുമം പോവാ, അത് വേണ്ട, അതിന് അത്ര റേറ്റ് ഇല്ലേ? ആ വേണ്ട, ഉപയോഗിക്കോ, പ്രശ്നമല്ല, എന്റെ കണ്ടീഷൻ ഇതാണ്, നിങ്ങളെ കണ്ടീഷനൊക്കെ അങ്ങനെ മാറ്റി വെക്ക്. അവിടെയാണ് നമ്മുടെ കമ്പനി ഓഫർ കൊടുത്തത്. സാറിന്റെ സാലറി എത്ര വെച്ചാൽ പറഞ്ഞോ, ഞങ്ങൾ തരാം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഞങ്ങൾക്ക് സാറിന്റെ അറിവിൽ, അല്ലെങ്കിൽ അങ്ങയുടെ അറിവിൽ ഏറ്റവും മികച്ചത് ആയുർവേദ ഗ്രന്ഥങ്ങളായ സുശ്രുത സംഹിതയിലൊക്കെ പറഞ്ഞിട്ടുള്ള ഏറ്റവും നല്ലത് എന്താണോ അത് ഞങ്ങൾക്ക് നിർമ്മിച്ചു തരണം. അതിന് ഏറ്റവും നല്ല ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിക്കണം, ഏറ്റവും നല്ലത് മാത്രം എടുത്തോ, നല്ല ഉൽപ്പന്നം കൈ തരണം. റേറ്റ് ഞങ്ങൾക്ക് പ്രശ്നമല്ല, സാർ ഉണ്ടാക്കി തന്നാൽ മതി, വിതരണം ഞങ്ങൾ ആയിക്കോളൂ. സന്തോഷമല്ലേ? ആ സന്തോഷത്തില് അദ്ദേഹം ഇറങ്ങി എല്ലാ കമ്പനികളെയും മാറ്റിവെച്ച് ഇന്ന് വരെ പരിചയമില്ലാത്ത MILACL മാർക്കറ്റിംഗിന്റെ ആ മാനേജ്മെന്റിനോടൊപ്പം ഇറങ്ങി. അതാണ് നമ്മുടെ മഹത്വം എന്ന് പറയുന്നത്. MILACL മാർക്കറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി അദ്ദേഹം ഓരോ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തന്നു. ഓരോ ഉൽപ്പന്നവും ഉപയോഗിച്ച ആളുകൾ പറഞ്ഞു ഇതിനേക്കാൾ മികച്ചതില്ല. 100% റിസൾട്ട് ഓറിയന്റഡ് ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ. അങ്ങനെ പ്രൊഡക്റ്റുകൾ അവതരിപ്പിച്ച് വന്ന് ഇന്ന് അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് 200 പ്രൊഡക്റ്റുകളുടെ ലോഞ്ചിങ് ഞാൻ നിങ്ങൾക്ക് നടത്തിത്തരാം. അതിനൊക്കെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. 200ഓളം ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉൽപ്പന്നങ്ങൾ തന്നെ തരാൻ പോവാ. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷനുള്ള ഇഷ്ടം പോലെ ഉൽപ്പന്നങ്ങൾ വരാൻ പോവാ. അപ്പൊ വെൽനസിന്റെ സാധ്യത
ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുക ആർക്കാ? കഴിയുന്ന ഒരേ ഒരു മേഖലയിലുള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അത് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗിന്റെ പ്ലാറ്റ്ഫോമിലാണ്. ആ പ്ലാറ്റ്ഫോമിലാണ് ആരുടെയൊക്കെയോ മുജ്ജന്മ സുഹൃതമോ പ്രാർത്ഥനയോ അല്ലെങ്കിൽ ദൈവാധീനമോ ഒക്കെ കൊണ്ട് നമ്മളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളത്. ആ ദൈവാധീനം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, ഇതിനെ മുറുകെ പിടിക്കുക. ദൈവം ഒരു വഴി കാണിച്ചു തന്നെങ്കിൽ, രക്ഷപ്പെടാൻ ഒരു വഴി കാണിച്ചു തന്നെങ്കിൽ, ഇതിനെ മുറുകെ പിടിക്കുന്ന ആരൊക്കെയാണോ, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആരൊക്കെയാണോ, ഇതൊരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ആരൊക്കെയാണോ, അവരൊക്കെ രക്ഷപ്പെടും. യാതൊരു സംശയവും വേണ്ട. ആ മേഖലയാണ് നമ്മളുള്ളത്. ഇഷ്ടംപോലെ ഉൽപ്പന്നങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുകയാണെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന് എടുത്ത് മാറ്റി പറയേണ്ടതില്ല. ഈ പ്രോനാസിക ചെല്ലുന്ന സമയത്ത് ആളുകൾ പേടി വെച്ചാൽ, സാറേ ഇത് അകത്തേക്ക് വന്ന് ഇത് കെമിക്കൽ എങ്ങനെയാണോ? നമ്മളെ കമ്പനി ഒരു സാധനം കെമിക്കൽ കൊടുക്കുന്നില്ല. നല്ല നന്നാറി, സർവത്തൊക്കെ കുടിക്കുന്ന ആൾക്കറിയാം. നന്നാറി 2 തരത്തിലുള്ള നന്നാറിയുണ്ട്. ചെറിയ നന്നാറിയുണ്ട്, ഒരു വെള്ള വരയൻ. നമുക്ക് ഇതിനുള്ള അനന്തമൂൽ എന്ന് കാണാം. ആ ഇലയുടെ വെള്ള വര ഉണ്ടാവും. എന്നാ വലിയതുണ്ട്, കറുത്ത നന്നാറിയുണ്ട്. കറുത്ത വേരും കറുത്ത ഇലയും റൗണ്ടും ഒക്കെ ആയിട്ട്, അത് കൃഷ്ണസരൈവ എന്ന് പറയുന്ന നന്നാറി. അതാണ് 2 സാധനം. നന്നാറി മോശ ശരീരത്തിന് ഒരു മോശമില്ല, നല്ല ബെസ്റ്റ് സാധനം. ഇനി അതുപോലെ തന്നെ യൂക്കാലിപ്സ് ഓയിൽ. നമ്മൾ യൂക്കാലിപ്സ് തൈലം എന്ന് പറഞ്ഞിട്ട് റോഡിലൊരിക്കലും വിൽക്കുന്നത് കാണാമെന്ന്. അപ്പൊ നമ്മൾ അല്ല സാറേ, ഈ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് യൂക്കാലിപ്സിന് മണമൊന്നുമില്ലല്ലോ. ഒരുപാട് യൂക്കാലിപ്സും ചേർത്തിട്ടില്ല കേട്ടോ. 1 ലിറ്ററിൽ 1 മില്ലി. 1 ലിറ്ററിനകത്തേക്ക് 1 മില്ലി ഉള്ളൂ. ചെറിയ അളവിൽ അത്രയേ വേണ്ടൂ. ഓവർ നല്ലതല്ല. നേരെ മൂക്കിൽ ശ്വാസവസ്ഥയ്ക്കുള്ളതല്ലേ. എല്ലാത്തിനും ഒരു കണക്കുണ്ട്. അധികമായ അമൃതം വിഷം എന്നാ. അപ്പൊ നല്ല സാധനം യൂക്കാലിപ്സ് തൈലമുണ്ട്. പുതിന ചേർത്തിട്ടുണ്ട് ഇതിനകത്ത്. അതും മോശപ്പെട്ടതല്ലല്ലോ, നല്ല സാധനമല്ലേ. അതുപോലെ തന്നെ ടീ ട്രീ ഓയിൽ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ നാസൽ ഡ്രോപ്സ്, നമ്മൾ അലോപ്പതി ഷോപ്പ് കിട്ടുന്ന ആ അതിന്റെ പേരെന്നോട് വിട്ടുപോയി ഇവിടെ. അതെന്താ സാധനം? ഉപ്പുവെള്ളം, സോഡിയം ക്ലോറൈഡ് കലക്കിയത്. ഇതിനകത്തും കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മൂക്കിലേക്ക് ചെല്ലുന്ന അല്ലെങ്കിൽ ശ്വാസകോശത്തിലേക്ക് കയറി ചെല്ലുന്ന ബാക്ടീരിയകളെ, മോശപ്പെട്ട ബാക്ടീരിയകളെ നശിപ്പിക്കാൻ ബെസ്റ്റ് സാധനമാണ് ഇത്. ഈ സമയത്ത് ഉപയോഗിക്കേണ്ട ഒരു പ്രൊഡക്റ്റാണ്. നല്ല മഴയൊക്കെ പെയ്ത് കഫക്കെട്ടൊക്കെ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്നാൽ, അല്ലെ രാവിലെ യാത്ര പോകുന്ന സമയത്ത് എടുത്തുകൊണ്ട് നടക്കണം എന്ന് ഞാൻ പറയുന്നില്ല. പോകുന്ന സമയത്ത് ഒന്ന് മൂക്കിലേക്ക് സ്പ്രേ ചെയ്തേക്കുക, തിരിച്ചു വന്ന ഒന്ന് മൂക്കിലേക്ക് സ്പ്രേ ചെയ്തേക്കുക. ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരുപാട് റേറ്റ് ഒന്നും ഇല്ലപ്പ, ചെറിയ റേറ്റേ ഉള്ളൂ. ഇത് ഡെയിലി യൂസിനുള്ള, എല്ലാ കാലവും ഉപയോഗിക്കാം. പിന്നെ ഞാനിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം കൂടി ആട്ടോ, തുളസി ഡ്രോപ്പ്. ഈ തുളസി ഡ്രോപ്പ് കൊണ്ടുള്ള ഗുണം എന്താ? പേര് കേട്ടറിയാം, തുളസി തന്നെ സാധനം. തുളസി, നമ്മൾ തുളസി ഇലയിട്ടിട്ട് ആവി പിടിക്കുന്ന നമ്മൾ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. മഴക്കാലമായി കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വന്ന് മൂക്കൊക്കെ അടഞ്ഞ് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് ഉമ്മമാര് പറയും, മോനെ ഒരു കാര്യം ചെയ്യ്, കുറച്ചൊന്ന് ആവി പിടിച്ചോ. എന്താ ഇടുക അതിനകത്ത്? തുളസി. തുളസി ശ്വാസവ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ, ശ്വസന വ്യവസ്ഥയെ പെർഫെക്റ്റ് ആക്കാൻ ബെസ്റ്റ് സാധനമാണ്. ആ തുളസി നമുക്ക് ഡ്രോപ്പ് രൂപത്തിൽ തന്നിട്ടുണ്ട്, തുള്ളി രൂപത്തിൽ. അത് മൂക്കിൽ പിടിക്കാനല്ല കേട്ടോ. ആരോ പറഞ്ഞിട്ട് മൂക്കിൽ പിടിക്കരുത്. അത് കഴിക്കാനുള്ളതാ, അകത്തേക്ക് കഴിക്കാനുള്ളതാ. നല്ല തിളച്ച വെള്ളത്തിൽ, അല്ലെങ്കിൽ ചായയിലോ നല്ല ഗ്രീൻ ടീയിലോ നല്ല തിളച്ച വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിനകത്ത് 2 or 3 ഡ്രോപ്പ് അതിനകത്ത് വിറ്റിക്കുക. ഒന്ന് ജസ്റ്റ് ഇളക്കി കഴിക്കുക. ചൂടാകുന്നു, നല്ല സാധനമാണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, നല്ല മണമാണ്. 3 തുള്ളി 1/2 ഗ്ലാസ് വെള്ളത്തിൽ ഇടിച്ചാൽ അപ്പൊ അവരുടെ ടേസ്റ്റ് കിട്ടും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല സാധനമാണ്. അതിനകത്ത് പ്രധാനമായിട്ട് തുളസിയുടെ കണ്ടന്റാണുള്ളത്. മറ്റൊന്ന് അതിനകത്തുള്ളത് കറുവപ്പട്ട. അതും നല്ല സാധനമല്ലേ. കറുവപ്പട്ടയും ശ്വസന വ്യവസ്ഥയും അതേകൂടെ, നമ്മൾ പൊതുവെ അതിനകത്ത് ഡയബാലൈഫിന്റെ അകത്തൊക്കെ ഉപയോഗിക്കുന്നത് ദഹന വ്യവസ്ഥ ക്ലിയർ ആകാനൊക്കെ നല്ലതും കൂടെയാണത്. കൂട്ടത്ത് പറഞ്ഞേ ഉള്ളൂ. അപ്പോ കറുവപ്പട്ട അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 നല്ല ജീരകം, സാധാ ജീരകമല്ല കേട്ടോ. ഒന്ന് കരിഞ്ജീരകം, ഒന്ന് പെരുംജീരകം. കരിഞ്ജീരകത്തെ പറ്റി സർവ്വരോഗ സംഹാരി എന്നാ പറയാ. സർവ്വരോഗ സംഹാരി എന്ന് അതിനെപ്പറ്റി പറയുന്നത് അത്രയും ഔഷധ ഗുണം അതിനുള്ളത് കൊണ്ടാണ്. കരിഞ്ജീരകം അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകവും ചേർത്തിട്ടുണ്ട്. കരിഞ്ജീരകവും പെരുംജീരകവും കറുവപ്പട്ടയും തുളസിയും ഒക്കെയുള്ള ഒരു ഡ്രോപ്പ്. ഇത് ഡെയിലി യൂസിനുള്ള
ഒരു ദിവസത്തേക്കുള്ളതല്ല, എത്ര കാലം വേണേലും കഴിക്കാം. നല്ല സാധനം, നിങ്ങളൊക്കെ സ്ഥിരമായി വാങ്ങി ഉപയോഗിക്കേണ്ട സാധനം. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് തുളസി ഡ്രോപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ശ്വസന വ്യവസ്ഥ പെർഫെക്റ്റ് ആകും. ഒന്ന്, അതിനാ നമ്മൾ പ്രധാനമായിട്ട് കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ അത് മാത്രമല്ല കേട്ടോ ഗുണം, അതിന് അഡീഷണൽ കുറേ ഗുണങ്ങളുണ്ട്. എന്തൊക്കെയാ ഗുണം? ഒന്ന്, ഇന്ന് ആളുകൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾ, മുടി കൊഴിച്ചിൽ. രക്ഷയില്ല സാറേ, നല്ല സാധന. മുടി കൊഴിച്ചിലിനെ തടയാൻ ഇതിനേക്കാൾ മികച്ചൊരു സാധനം ഇല്ല എന്ന് പറയാം. റെഗുലർ യൂസിന് നിങ്ങൾ മുടി കൊഴിച്ചിൽ നിന്നോളൂ. ഇനി രണ്ടാമത്തെ, സൗന്ദര്യത്തിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. സ്കിന്ന് നല്ല പെർഫെക്റ്റ് ആണ്. നല്ല പെർഫെക്റ്റ് സ്കിൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ തുളസി ഡ്രോപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിച്ചോ. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം ദഹന പ്രക്രിയയും വളരെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോ എല്ലാ അർത്ഥത്തിലും നമുക്ക് നല്ല നല്ല ഉൽപ്പന്നങ്ങൾ ഇഷ്ടം പോലെ തന്ന ഒരു കമ്പനി, ഈ കമ്പനിയെ സ്നേഹിച്ചില്ലേ പിന്നെ ആരെ സ്നേഹിക്കും നിങ്ങൾ? സ്വന്തം കുടുംബത്തിന്റെ, സ്വന്തം ശരീരത്തിന്റെ, സ്വന്തം കുടുംബത്തിന്റെ, സ്വന്തം നമ്മുടെ സമൂഹത്തിന്റെ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന, എല്ലാ ആളുകൾക്കും വരുമാനം ഉണ്ടാക്കാൻ സഹായിക്കുന്ന, ആഗ്രഹിക്കുന്ന എന്തും നേടാൻ സഹായിക്കുന്ന ഒരു നല്ല ഭൂതത്തെ നിങ്ങളോട് വിട്ടു തന്നിട്ട് ആ ഭൂതത്തിനോട് നീ നിന്റെ വഴിക്ക് പോടുന്ന് പറയുന്നതിന് പകരം നീ കൂടെ വാ, ഞാനും ഉണ്ട്, നമുക്ക് എന്റെ കൂടെ നീ വേണം എന്ന് പറഞ്ഞ് മൈ ലൈഫ് എന്റെ കൂടെ വേണം, ഞാൻ മൈ ലൈഫിന്റെ കൂടെ ഉണ്ട് എന്ന് ചിന്തിക്കാത്ത ആളുകൾ ആരാന്നാ ഞാൻ പറയേണ്ടത്? വിഡ്ഢികൾ എന്ന് വേണേൽ പൊട്ടന്മാർന്ന് പറയേണ്ടി വരും. അവിടെ നമ്മളെ സംബന്ധിച്ചുള്ള കിട്ടിയതിനെ നന്നായി ഉപയോഗപ്പെടുത്തുക. ഇതിനേക്കാൾ മികച്ചത് നിങ്ങളത് ജീവിതത്തിൽ കിട്ടാനില്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം വരുമാനം ഉണ്ടാക്കാൻ, പണമുള്ളവന് പണം ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ മേഖലകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് മൈ ലൈഫ് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്കും വേണ്ടത് മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങൾ വേണം. അവർ ബിസിനസ്സായി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്കും മൈ ലൈഫിന്റെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും. പണം എല്ലാവർക്കും വേണ്ട. അപ്പൊ പല ആളുകളുടെയും പ്രശ്നം, ഒരു ഹൈ പ്രൊഫൈലുള്ള ആളുകളുടെ വീട്ടിലേക്ക് എങ്ങനെ കയറി ചെല്ലും, എങ്ങനെയാ ബിസിനസ് പറയാം? നിങ്ങൾ ബിസിനസ് പറയേണ്ട, നമ്മൾ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തണം. എല്ലാ സ്ഥലത്തും ബിസിനസ് പറയണമെന്ന് ഞാൻ പറയുന്നില്ല. ബിസിനസ് ആവശ്യമുള്ളവർക്ക് ബിസിനസ് കൊടുക്കുക, അല്ലാത്ത ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക. ആ പ്രൊഡക്റ്റ് കൊടുക്കാൻ നമ്മൾ ആരൊക്കെ തയ്യാറാകുന്നോ അവരൊക്കെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ ഇന്ന് ഇന്ത്യയിലെ അധികായന്മാരായ MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ വിജയിച്ചിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ മേഖലയാണ് നമ്മൾ ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം, അതായത് സമയമായി. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഇത് നമുക്ക് എല്ലാവർക്കും, നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ മികച്ച അവസരം എന്നുള്ളതൊക്കെ വളരെ നന്നായി ഉപയോഗിക്കുകയും, നമ്മൾ മാത്രമല്ല ഈ ജീവിതത്തിൽ രക്ഷപ്പെടുന്നത്, നമുക്ക് ആരെയൊക്കെ തൊട്ടോ അവരൊക്കെ രക്ഷപ്പെടാൻ പറ്റുന്ന, മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന, നാളുകളിൽ നമ്മൾ ഇല്ലാതെ പോകുന്ന സമയത്തും നമ്മളെ ഓർക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, ഒരുപാട് ആളുകളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ ഓപ്പർച്യൂണിറ്റിയിലാണ് നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് എത്തിയിട്ടുള്ളത്. ആ ഭാഗ്യത്തെ തട്ടിക്കളയാതെ അതിനെ ചേർത്ത് പിടിച്ച്, ആ ഭാഗ്യത്തെ നെഞ്ചോട് ചേർത്ത് ആരൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ടോ അവർക്കൊക്കെ സക്സസ് ആകാൻ പറ്റുന്ന ഒരു മികച്ച പ്ലാറ്റ്ഫോം ഒരുക്കി തന്നിട്ടുള്ള MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗിൽ അതിലേറ്റവും മികച്ച ഒരു ടീമാണ് നമ്മുടെ ബിജു BK സാറുടെ ടീം സക്സസ് എന്ന് പറയുന്ന ടീം. ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യയിലും ഏറ്റവും ഫാസ്റ്റായി ഗ്രോ ചെയ്യുന്ന ഒരു ടീമാണ്. ആ ടീമിലാണ് നമ്മൾ എല്ലാവരും എത്തിയിട്ടുള്ളത്. ആ ടീമിൽ വളരെ ശക്തമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു, ഇവിടെ വാങ്ങുന്നു. ജയ് ഹിന്ദ് ആൻഡ് ജയ് മാനേവ്.